തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതൻ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പുനഃസത്യപ്രതിജ്ഞ നടക്കുക. കോടതി നടപടിക്രമങ്ങൾ കൃത്യമായി നടപ്പാക്കുമെന്നും ഒരു കൗൺസിലറും അയോഗ്യരാക്കപ്പെടില്ലെന്നും മേയർ വി രാജേഷ് തൃശൂരിൽ പ്രതികരിച്ചു. അതിൽ പ്രത്യേകിച്ച് കൂടുതൽ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് രാവിലെ 11 മണിക്ക് തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് വാഴോട്ടോണം കൗൺസിലർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ നടത്തണമെന്നാണ്. അതിന് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ലീഗൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ജയിലിൽ അവരിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. സൂപ്രണ്ടുമായി സംസാരിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം 11 മണിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ോടുകൂടി ഡോക്യുമെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി നടപടി പൂർത്തിയാവും. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ, ഈ ടേമിൽ ആരും അയോഗ്യരാവാൻ പോകുന്നില്ല. അയോഗ്യരാകുന്ന സാഹചര്യം ഉണ്ടാകാതെ മേയർ എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കും. ഭരണസമിതി എല്ലാവരെയും പരസ്പരം സംരക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകും. 101 പേര്. വിശദാംശങ്ങൾ മിഥുൻ അയ്യപ്പൻ വിയൂരിൽ നിന്നും നൽകും. മിഥുൻ, ഒരുക്കങ്ങളെല്ലാം ജയിലിനകത്ത് പൂർത്തിയായിട്ടുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണല്ലോ ജയിലിനകത്ത് വെച്ച ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഒപ്പം ഇടത് വലത് മുന്നണികൾ ആസൂത്രണത്തോടെ നടത്തിയ വലിയ ഒരു പദ്ധതി കൂടി പാളുകയല്ലേ കോടതിയുടെ ഇടപെടൽ മൂലം? മിഥുൻ, തീർച്ചയായിട്ടും ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ജയിലിൽ നടക്കുന്ന ഈ സത്യപ്രതിജ്ഞയെ വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതു വലതു മുന്നണികൾ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും നിയമവാഴ്ച, അതായത് കോടതി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്കൊപ്പം നിൽക്കുന്നുണ്ട്. അവരുടെ വാദങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നടത്തിയ ഒരു ഇടപെടൽ കൂടി, ആ തരത്തിൽ കൂടി ഒരു ആദ്യത്തെ സംഭവം എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ജയിൽ വളപ്പിലേക്ക് അകത്തേക്ക് സെക്യൂരിറ്റി പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അകത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കറിയാം, ചുരുക്കം മാധ്യമങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തീർത്തും ലളിതമായിട്ടുള്ള ചടങ്ങുകളായിരിക്കണമെന്നാണ് കോടതി നിഷ്കർഷിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് കൃത്യം 11 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറി ഇപ്പോൾ ജയിൽ വളപ്പിനകത്തേക്ക് പ്രവേശിച്ചത്. മേയർ അടക്കമുള്ളവർ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ 11 മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. മേയർ വി രാജേഷ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. നമുക്കറിയാം, 20ാം വാർഡ് കൗൺസിലർ ആർ സുഗതൻ്റെ കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരു അനുമതി കോടതി നൽകിയത്. പൂർണ്ണമായും ജനങ്ങളുടെ വിധിയെ മാനിക്കണമെന്നും ജനാധിപത്യത്തിൻ്റെ നെടുന്തൂൺ തന്നെ അത് തന്നെയാണെന്നും ജനവിധിയെ മാനിച്ചുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാവണമെങ്കിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം സുഗതൻ്റെ സത്യപ്രതിജ്ഞ ജയിലിൽ വെച്ച് നടത്തണം, അത് തടയുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് അടക്കം നിരീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഉത്തരവിലേക്ക് കടന്നത്. അത്തരത്തിൽ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തേ കഴിയൂ എന്നുള്ള നിലപാടിലേക്ക് കോടതി എത്തുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം നിരവധി ആരോപണങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ CPM പല ഘട്ടങ്ങളിൽ ഈ ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ തടയുന്നതിന് വേണ്ടി ഉയർത്തിയിരുന്നു. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യിക്കില്ല, കൊക്കിന് ജീവനുണ്ടെങ്കിൽ ചെയ്യിക്കില്ല എന്നടക്കം ശബരിനാഥനടക്കം വ്യക്തമാക്കിയുണ്ടായി. പക്ഷേ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് നിയമത്തിൻ്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോയപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കോടതി എത്തുകയാണ് ഉണ്ടായത്. അതാണ് അല്പസമയത്തിനകം. നമുക്കറിയാം, ഇനിയിപ്പോൾ കുറച്ച് സമയങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 10:13 സമയം. 11 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ജയിൽ സൂപ്രണ്ടിൻ്റെ റൂമിനകത്ത് വെച്ച് നടക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കാപ്പ കേസിൽ ജാമ്യം എന്നുള്ളത് ലഭിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സങ്കീർണതകളും സാങ്കേതികത്വം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ നൽകിയ വിധിയാണ്. ആ ജനവിധിയെ മാനിച്ചുകൊണ്ട് സുഗതൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കേണ്ടത് കടമയാണ് എന്നടക്കം നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു സുഗതനെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി കോടതി ഇടപെടലുണ്ടായത്. ഇപ്പോൾ ആ ഇടപെടൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികൃതരും അതുപോലെ തന്നെ മേയറും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ തൃശ്ശൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.
അവർ കൂടി അധികം വൈകാതെ തന്നെ ജയിലിനകത്തേക്ക് എത്തുകയും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് തൃശ്ശൂർ ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ നിരവധിയായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ അടക്കമുള്ളവരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമടക്കം ഇപ്പോൾ ജയിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും അതിൻ്റേതായിട്ടുള്ള നടപടികളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ചരിത്രത്തിലെ ആദ്യ സംഭവം തന്നെയാണ് ഇത്തരത്തിൽ പല രീതിയിൽ വേട്ടയാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ വൈര്യം വെച്ചുകൊണ്ട് തന്നെ വേട്ടയാക്കപ്പെട്ട നിയമ പല വിധത്തിലുള്ള പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് തുറങ്കിൽ അടച്ചിട്ടുള്ള ആർ സുഗതനെ എന്നാൽ ജനവിധിക്ക് പ്രാധാന്യം നൽകണമെന്നുള്ള ഉറച്ച നിലപാട്, അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു കോടതിയുടെ നിലപാട്, ആ നിലപാട് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലേക്ക് എത്തിയിരിക്കുന്നു, ഏറ്റവും പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴിതാ ഈ കോർപ്പറേഷൻ്റെ നിരവധി ആളുകളും മറ്റും നിയമപരമായിട്ടുള്ളതല്ലേ, അതങ്ങനെ തന്നെ കാണുന്നു. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ളവരാണിപ്പോൾ ജയിൽ വളപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിനിധികൾ, ഒപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കേണ്ട ആളുകൾ, നിയമ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാമാണ് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കേണ്ടത്. ഇപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അവർ എത്തിയതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മേയർ വി രാജേഷ് തൃശ്ശൂരിലെത്തിയിരുന്നു. തൃശ്ശൂർ രാമനിലയത്തിലുണ്ടായിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട് രാവിലെ ക്ഷേത്രദർശനത്തിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അവർ വ്യക്തമാക്കിയത്, പ്രധാനമായും മാധ്യമപ്രവർത്തകർ ചോദിച്ചത് 3 കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി ഒരു കൗൺസിലർ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ അത് അയോഗ്യത കൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചട്ടമുണ്ട്. ആ ചട്ടം അങ്ങനെയെങ്കിൽ 2 ഇത്തരത്തിൽ കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല, ഒരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അയോഗ്യതയല്ലേ എന്നുള്ള ചോദ്യത്തിന് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നിന്ന് മേയർ എന്നുള്ള നിലയ്ക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നൽകുമെന്നുള്ള ഉറച്ച ശബ്ദമാണ് വി രാജേഷ് നൽകിയിരിക്കുന്നത്. ഉറച്ച നിലപാടാണ്. ഒരാൾ പോലും ഈ ടേം പൂർത്തിയാകുന്നതിന് മുമ്പ് അയോഗ്യരാക്കപ്പെടില്ല. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇപ്പോൾ വി രാജേഷും വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ തീർച്ചയായും യാതൊരു വിധത്തിലും തോൽവി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, തോൽവി അവർ ഉൾക്കൊണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നിരവധി തവണ തോറ്റുകൊണ്ടാണ് ഇപ്പോൾ അധികാരത്തിൽ BJP ഏറിയിരിക്കുന്നത്. തോറ്റപ്പോഴെല്ലാം പരാജയത്തിൻ്റെ കാരണങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ അധികാരത്തിലേറിയത്. അത്തരത്തിൽ തന്നെ തോൽവി ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തോട് മേയറായിട്ടുള്ള വി രാജേഷ് ആവശ്യപ്പെടുകയുണ്ടായത്. ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ കോർപ്പറേഷനകത്ത് സൃഷ്ടിക്കൽ, അതിൽ നിന്നെല്ലാം പിന്മാറിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുക എന്നുള്ള ആ നിലപാടിലേക്ക് കോൺഗ്രസ് UDF മാറണം എന്നുള്ള കാര്യമാണ് വി രാജേഷ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഈ 2047 ഭാരതം വലിയ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ അതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വരുന്ന പ്രഖ്യാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാകുമെന്നും ഇത്തരത്തിൽ കോൺഗ്രസും UDFും അതുപോലെ തന്നെ CPM എല്ലാം നടത്തുന്ന ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രചാരണങ്ങളും നാടകങ്ങളും
കാര്യങ്ങളുമെല്ലാം തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ജനങ്ങൾ BJPക്ക് ഒപ്പമാണുള്ളത്. ഈ കോർപ്പറേഷൻ്റെ ഭരണം അവർ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഉടലാൻ വേണ്ടിയിട്ടല്ല, കൃത്യമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ഈ ഇത്തരത്തിലുള്ള കോൺഗ്രസ് അടക്കമുള്ളവരെ പിന്തള്ളിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം. അത് ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ VV രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജയിലിനകത്ത് സൂപ്രണ്ട് റൂമിനകത്ത് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഇപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ അകത്തേക്ക് ജയിൽ വളപ്പിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഗൗതം. ഓക്കെ വിയൂരിൽ നിന്നും മിഥുനയ്യപ്പനാണ് ചേർന്നത്. ഏതായാലും ചരിത്ര നിമിഷത്തിന് വിയൂർ സെൻട്രൽ ജയിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ സുഗതന്റെ സത്യപ്രതിജ്ഞയാണ്. മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ജയിൽ വളപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ചുരുക്കം ചില മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് എൻട്രി ഉള്ളത്. 11 മണിക്ക് തന്നെ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും.